so welcome back to my channel. So in the previous video question number 2 ആണ് solve ചെയ്തത് exercise 8.1 ലെത്തെ. ഇന്ന് നമ്മൾ question number 3 solve ചെയ്യാൻ പോവാണ്. So നമ്മുടെ question എന്താണ്? Population of Rajasthan is equal to 570 lakh ആണ് and population of UP is equal to 1660 lakhs ആണ്. Area of Rajasthan 3 lakh kilometer square and area of UP 2 lakh kilometer square. ഇത്രയും ഡേറ്റകളാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. പിന്നെ പറഞ്ഞേക്കുന്നത് എന്താണ്? ഹൗ മെനി പീപ്പിൾ ആർ ദെയർ പെർ കിലോമീറ്റർ സ്ക്വയർ ഇൻ ബോത്ത് ദീസ് സ്റ്റേറ്റ്സ്. ഓരോ സ്റ്റേറ്റുകളിലും എത്ര ആൾക്കാരാണ് പെർ കിലോമീറ്റർ സ്ക്വയർ വെച്ചിട്ട് എത്ര ആൾക്കാരാണ് ഓരോ കിലോമീറ്റർ സ്ക്വയറിലും താമസിക്കുന്നത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വെച്ച് കഴിഞ്ഞാൽ വിച്ച് സ്റ്റേറ്റ് ഇസ് ലെസ് പോപ്പുലേറ്റഡ്. ഏത് സ്റ്റേറ്റാണ് നമുക്ക് പോപ്പുലേഷൻ കുറവുള്ളത് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ മെനി പീപ്പിൾ ആർ ദെയർ പെർ കിലോമീറ്റർ സ്ക്വയർ ഇൻ ബോത്ത് ദീസ് സ്റ്റേറ്റ്സ്. രണ്ട് സ്റ്റേറ്റിലത്തെ നമ്മൾ കണ്ടുപിടിക്കണം എത്ര ആൾക്കാരാണ് ഓരോ കിലോമീറ്റർ സ്ക്വയറിൽ താമസിക്കുന്നതെന്ന്. നമുക്ക് ഫസ്റ്റ് രാജസ്ഥാനിൽ ചെയ്യാം. രാജസ്ഥാനിലെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 570 lakh ആണ്. ഓക്കെ, 570 lakhs ആണ് രാജസ്ഥാനിലത്തെ പോപ്പുലേഷൻ. ഇനി ഇവിടുത്തെ ഏരിയ എഴുതുക. ഏരിയ ഓഫ് രാജസ്ഥാൻ. ഏരിയ ഓഫ് രാജസ്ഥാൻ എന്ന് പറയുമ്പോഴത്തേക്കും 3 lakh കിലോമീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും നമുക്കറിയാം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഓക്കെ, അത് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എങ്ങനെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എഴുതിയത് ഈസ്റ്റ് റേഷ്യോ പോലെ, അതായത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന മെത്തേഡിലാണ് നമ്മൾ എഴുതിയത്. അപ്പോൾ അതെങ്ങനെയാണ്? ആദ്യം രാജസ്ഥാൻ്റെ പോപ്പുലേഷൻ, ടോട്ടൽ പോപ്പുലേഷൻ 570 lakh ആണ്. പിന്നെ അതിൻ്റെ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 lakh ആണ്. ഇപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇത് 3 lakh കിലോമീറ്റേഴ്സിലാണ്. 1 lakh കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ ഒരു പെർ കിലോമീറ്ററിൽ എത്രയുണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ എത്ര ആൾക്കാരാണെന്നുള്ളത് എക്സ് ആയിട്ട് എടുക്കുക. ഓക്കെ, ഇനി നമ്മളിത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് എങ്ങനെയാണ് ചെയ്യുക? സാധാരണ നമുക്ക് അറിയേണ്ട സംഭവം നമ്മൾ അറിയാൻ പാടില്ലാത്തത് നമ്മൾ എക്സ് ആയിട്ട് എടുക്കുക. അതായത് 3 lakh കിലോമീറ്റർ സ്ക്വയറിനകത്താണ് ഇത്രയും ആൾക്കാർ താമസിക്കുന്നത്, 570 lakh പീപ്പിൾ താമസിക്കുന്നത്. 1 lakh കിലോമീറ്റർ സ്ക്വയറിൽ എത്ര ആൾക്കാർ താമസിക്കുന്നു എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. പെർ കിലോമീറ്റർ സ്ക്വയർ ഇൻ ബോത്ത് ദീസ് സ്റ്റേറ്റ്സ് എന്നാണ് നമുക്ക് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന മെത്തേഡിൽ ഇങ്ങനെ എഴുതുക. അതായത് 570 lakh പീപ്പിൾ ആണ് നമ്മുടെ രാജസ്ഥാനിലത്തെ 3 lakh കിലോമീറ്റർ സ്ക്വയറിൽ താമസിക്കുന്നത്. ഓക്കെ, അപ്പോൾ വണ്ണിൽ നമുക്ക് പെർ ആണല്ലോ കണ്ടുപിടിക്കുന്നത്. പെർ കിലോമീറ്റർ സ്ക്വയറിൽ എത്ര ആൾക്കാർ താമസിക്കുന്നു എന്നുള്ളത് നമ്മൾ എക്സ് എടുക്കുക. ഓക്കെ, ജസ്റ്റ് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സാധാരണ മെത്തേഡ് തന്നെ. ഓക്കെ, 570 × 1 is equal to 570 equal to 3 × x is equal to 3x. എക്സിനവിടെ നിർത്തിയിട്ട് 3നെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോവുക. ഇവിടെ ഇൻറ്റു എക്സ് ആണ്, 3 × x ആണ് 3x. ഇൻറ്റു ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഡിവിഷനായി മാറും. സോ 570 ഡിവൈഡഡ് ബൈ 3 ഇസ് ഈക്വൽ ടു എക്സ്. ഓക്കെ, ഇനി നമ്മളിതിനെ ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് എത്ര വരും? 3 5 1 3s are 3, ബാക്കി 2 27. 9 3s are 27, 190. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 190. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ നമ്മുടെ 1 കിലോമീറ്റർ സ്ക്വയറിൽ താമസിക്കുന്ന ആൾക്കാരെന്ന് പറയുമ്പോഴത്തേക്കും 190 lakh പീപ്പിളാണ് അവിടെ താമസിക്കുന്നത്. ഓക്കെ, എവിടെ? രാജസ്ഥാനിൽ. സെയിം പ്രോസസ്സ് വെച്ച് തന്നെ നമ്മൾ പോപ്പുലേഷൻ ഓഫ് ഉത്തർപ്രദേശും കണ്ടുപിടിക്കാൻ പോവാണ്. ഓക്കെ, സോ ഉത്തർപ്രദേശിൽ എങ്ങനെയാണ്? ഉത്തർപ്രദേശിൻ്റെ പോപ്പുലേഷൻ ഓഫ് ഉത്തർപ്രദേശ് നമുക്ക് ആദ്യം എഴുതണം. പോപ്പുലേഷൻ of Uttar Pradesh. ഓക്കെ, പോപ്പുലേഷൻ ഓഫ് ഉത്തർപ്രദേശ് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയാണ്? 1660 lakhs ആണ് പോപ്പുലേഷൻ ഓഫ് ഉത്തർപ്രദേശ്. ഇനി പറഞ്ഞേക്കണത് ഏരിയ ഓഫ് ഉത്തർപ്രദേശ് ആണ് നമുക്ക് ഇനി വേണ്ടത്. ഓക്കെ, ഏരിയ ഓഫ് ഉത്തർപ്രദേശ് ഇസ് ഈക്വൽ ടു 2 lakh ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ പോലെ തന്നെ സെയിം ഇത് നമുക്ക് 2 lakh കിലോമീറ്റർ സ്ക്വയർ തന്നേക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ്? 1660 lakh പീപ്പിൾ ആണ് 2 lakh കിലോമീറ്റർ സ്ക്വയറിൽ താമസിക്കുന്നത്.
നമുക്ക് 1-ൻ്റെ കേസിലാണ് കണ്ടുപിടിക്കേണ്ടത്. പെർ കിലോമീറ്റർ സ്ക്വയറിനാണ് ചോദിച്ചേക്കണം. നമുക്ക് 1-ൻ്റെ കേസിൽ കണ്ടുപിടിക്കുമ്പോഴത്തേക്കും എത്ര ആൾക്കാരാണ് അവിടെ താമസിക്കുന്നതെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ അത് എക്സ് എടുക്കുക. എത്രയാണ് കണ്ടുപിടിക്കേണ്ട സംഭവം നമ്മൾ എക്സ് എടുക്കുക. ഇനി നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോഴത്തേക്കും എങ്ങനെയാണ് 1 ഇൻറ്റു 1660 എന്ന് പറയുമ്പോൾ 1660 ഈക്വൽ ടു എക്സ് ഇൻറ്റു 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ 2x. എക്സിനെ അവിടെ നിർത്തിയിട്ട് നമ്മൾ 2-ന് നമ്മുടെ സിമ്പിൾ ഇക്വേഷൻ നമ്മൾ പഠിച്ച പോലെ തന്നെ ഇക്വേഷൻ സോൾവ് ചെയ്യുകയാണ്. 2 ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇൻറ്റു 2 ഇൻറ്റു എക്സ് ആണ് 2x. അപ്പോൾ 2 ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്ത് പറ്റും? ഡിവിഷനായി മാറും. ഡിവൈഡഡ് ബൈ 2 ഇസ് ഈക്വൽ ടു എക്സ്. ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ എന്ത് വരും? 830 ഇസ് ഈക്വൽ ടു എക്സ്. അപ്പോൾ 1-ൻ്റെ കേസിൽ 1 പെർ കിലോമീറ്റർ സ്ക്വയറിൽ ഉത്തർപ്രദേശിൽ എത്ര ആൾക്കാർ താമസിക്കുന്നത്? 830 lakh പീപ്പിളാണ് അവിടെ താമസിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് 2-ൻ്റെയും കേസിൽ കിട്ടി. അപ്പോൾ നമ്മുടെ ഉത്തർപ്രദേശിൽ 830 ആണ് നമ്മുടെ കിലോമീറ്റർ, ഒരു കിലോമീറ്റർ പെർ കിലോമീറ്ററിൽ 830 ആണ് നമ്മുടെ പീപ്പിളിൻ്റെ എണ്ണം. പിന്നെ രാജസ്ഥാനിലാണെങ്കിൽ 190 ആണ്. ഓക്കെ, അപ്പോൾ പിന്നെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ സെക്കൻഡ് പാർട്ടിലത്തെ ക്വസ്റ്റ്യൻ എന്താണ്? സെക്കൻഡ് പാർട്ടിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ വിച്ച് സ്റ്റേറ്റ് ഇസ് ലെസ് പോപ്പുലേറ്റഡ്? ഏതിലാണ് ലെസ് പോപ്പുലേഷൻ കുറവുള്ളത് ഏതിലാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതാണ്? ഇവിടെ നമുക്ക് 190 രാജസ്ഥാനിലും പിന്നെ നമ്മുടെ ഉത്തർപ്രദേശിൽ നമുക്ക് 830 അപ്പോൾ കുറവ് നമുക്കറിയാം രാജസ്ഥാനിലാണ്. സോ രാജസ്ഥാൻ. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുകയാണ്. താങ്ക് യു.